എന്ത് ചെയ്യും? എന്തായാലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ വേണം. എന്താ ബോസ് ഇത്ര വലിയ ആലോചന? മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പോയിരുന്നോ? സത്യമാണ് ബോസ്. ഈ തീരുമാനം ബോസ് ആദ്യം തന്നെ എടുക്കേണ്ടതായിരുന്നു. ഊട്ടിയിൽ പോയിട്ട് തണുത്ത് വിറച്ച് പൊന്നോ ബോസ്. പോടാ, എൻ്റെ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോടാ. ബോസ് അപ്പം ചുമ്മാ പറഞ്ഞാണല്ലേ. സോറി ബോസ്, ഇനി ഇത് ആവർത്തിക്കില്ല. അല്ല ബോസ് എന്താ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നേ? ചേട്ടാ, ഞാൻ ആലോചിച്ചിരുന്നത് നമ്മുടെ കൊട്ടേഷൻ്റെ കാര്യമാണ്. കൊട്ടേഷൻ കിട്ടിയിട്ട് ഒരാഴ്ചയായി, ഒരു ചൂടും ഇല്ല ഒരുത്തനോ. പിണങ്ങിപ്പോയവനെ തന്നെ തിരിച്ച് വിളിക്കേണ്ടി വരും. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ആ രഘുവിനെ വിളിക്ക്. അതേ ഒരു വഴിയുള്ളൂ. അത് ബോസ്, അവൻ നമ്മളെ പിണങ്ങിപ്പോയതല്ലേ, പിന്നെ എങ്ങനെ വരും? ശരി, എന്തൊക്കെ ആയാലും ബോസിന് വേണ്ടി മാത്രം ഞാൻ അവൻ്റെ കാല് പിടിക്കാൻ റെഡിയാണ്. ഓക്കെ ബോസ്, ഞാൻ അവനൊന്ന് വിളിച്ച് നോക്കാം. എനിക്ക് അത്ര പറയാൻ പറ്റൂ. ബാക്കിയൊക്കെ ലക്ക് പോലെ ഇരിക്കും. ഇവൻ പോയിട്ട് എത്തും നേരായി. അവനെ വരുന്നില്ലല്ലോ. എന്താ ബോസ്, ഒരാഴ്ചയുടെ ഉള്ളിൽ ആകെ ഇങ്ങനെ ക്ഷീണിച്ചു പോയല്ലോ. എനിക്കറിയാമായിരുന്നു അവസാനം അങ്ങ് എന്നെ തന്നെ സഹായത്തിന് വിളിക്കുമെന്ന്. മാർട്ടിൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബോസ് പേടിക്കണ്ട, അവൻ്റെ കാര്യം ഈ രഘു ഏറ്റു. ബോസിനറിയാലോ, ഈ രഘു ഒരു കാര്യം ഏറ്റാൽ അത് നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.